ദക്ഷിണാഫ്രിക്കയുടെ റൺ ചേസ് പുരോഗമിക്കുമ്പോൾ പലരും വിരാട് കോഹ്ലിയെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. തുഴഞ്ഞ് കളി തോൽപ്പിച്ച വിരാട് കോഹ്ലിയെക്കുറിച്ചുള്ള ട്രോളുകൾ പിറവികൊള്ളാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യ ജയിച്ചതുകൊണ്ടാണ് അതിനെല്ലാം മറുതി വന്നത്. ഭാവിയിൽ പലരും വിരാട്ടിൻ്റെ ഇന്നിങ്സിനെ തള്ളിപ്പറഞ്ഞേക്കാം. അയാളുടെ സ്ട്രൈക്ക് റേറ്റിനെ കീറിമുറിച്ചേക്കാം. ബോളർമാർ വിരാട്ടിനെ രക്ഷിച്ചു എന്ന് പരിഹസിച്ചേക്കാം. അതുകൊണ്ട് ചിലതെല്ലാം പറയാതെ പോകാനാവില്ല. ലോകകപ്പ് ഫൈനലിൽ വിരാട് കളിച്ചത് മഹത്തായ ഇന്നിങ്സാണ്. ആ പ്രകടനം ലൈവായി കാണാൻ കഴിഞ്ഞു എന്ന വീരസ്യം നമുക്ക് കൊച്ചുമക്കളോട് പറയാം. അത്രമേൽ മികവുറ്റ ബാറ്റിംഗ്. ദക്ഷിണാഫ്രിക്കയുടെ ഫീൽഡിംഗ് മികവ് നാം കണ്ടതാണ്. ഷംസിയുടെ ഒരു പന്തിനെ വിരാട് ഡീപ് ഫൈൻ ലെഗിലൂടെ പായിച്ചിരുന്നു. നിസ്സാരമായി ഡബിൾ ഓടാവുന്ന സാഹചര്യമെന്ന് സകലരും പ്രതീക്ഷിച്ചു. പക്ഷേ ഡേവിഡ് മില്ലറുടെ ത്രോ ബുള്ളറ്റ് പോലെ വന്നു. വിരാട്ടിന് ശരിക്കും സ്പ്രിന്റ് ചെയ്യേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്ക തീ തുപ്പുകയായിരുന്നു. ന്യൂസിലാൻഡിനെയും ഒസീസിനെയും ചാരമാക്കിയ അഫ്ഗാനികളെ പച്ചക്ക് കത്തിച്ചാണ് പ്രോട്ടിയാസ് കലാശപ്പോരിനെത്തിയത്. റബാഡയും നോർക്കയും മിന്നുന്ന ഫോമിലായിരുന്നു. സ്പിന്നറായ മഹാരാജ് രോഹിത്തിനെയും പന്തിനെയും ഒറ്റ ഓവറിൽ വീഴ്ത്തിയിരുന്നു. അവർക്കെതിരെ 34-3 എന്ന സ്കോറിലാണ് ഇന്ത്യ വീണുപോയത്. വിരാട് നേരത്തെ പുറത്തായിരുന്നുവെങ്കിൽ നീലപ്പട ഒരു ചെറിയ ടോട്ടലിൽ ഒതുങ്ങുമായിരുന്നു. വിരാട്ടും അക്സറും ഒന്നിക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? തുടർന്ന് ഇറങ്ങാനുണ്ടായിരുന്ന ശിവൻ ദൂബയും രവീന്ദ്ര ജഡേജയും മോശം ഫോമിലായിരുന്നു. ഹാർദിക് പാണ്ഡ്യയായിരുന്നു ഏക പ്രതീക്ഷ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ മുന്നിൽ ഒരേയൊരു വഴിയേ അവശേഷിച്ചിരുന്നുള്ളൂ: വിരാട് അവസാനം വരെ ബാറ്റ് ചെയ്യുക. അയാൾക്ക് ചുറ്റിലുമായി മറ്റുള്ളവർ ആക്രമണം അഴിച്ചുവിടുക. അതുതന്നെയാണ് ഇന്ത്യ നടപ്പിലാക്കിയത്. ബർബഡോസിലെ ശരാശരി ഒന്നാം ഇന്നിംഗ്സ് സ്കോർ 150 ആയിരുന്നു. അതിനേക്കാൾ 26 റണ്ണുകൾ ദൂരെ എത്തിയിട്ടാണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത്. T20 ലോകകപ്പ് ഫൈനലുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടോട്ടലാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. ഫൈനലിൻ്റെ അധിക സമ്മർദ്ദവും ഇന്ത്യൻ ബോളർമാരുടെ ഫോമും പരിഗണിക്കുമ്പോൾ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടായിരുന്നു. റൺ ചേസിൽ ദക്ഷിണാഫ്രിക്ക ശരിക്കും വെള്ളം കുടിക്കുമെന്നാണ് സിംബാബ്വെ ഇതിഹാസം ആൻഡി ഫ്ലവർ പ്രവചിച്ചത്. അത് ഏറെക്കുറെ ശരിയുമായിരുന്നു. ഒന്നാന്തരമായി സ്പിൻ ബോളിങ്ങിനെ മെരുക്കുന്ന ക്ലാസൻ കുൽദീപിനെയും അക്സറിനെയും അടിച്ചു പറത്തിയപ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ പിടിയഴിഞ്ഞത്. ബാക്കി സമയങ്ങളിലെല്ലാം ഇന്ത്യക്ക് നല്ല ആധിപത്യമുണ്ടായിരുന്നു. കൃത്യസമയത്ത് സ്പിന്നർമാരെ നേരിടാൻ ക്ലാസിന് കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ അനായാസം ജയിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ ടൂർണമെൻറ്റിൽ പേസർമാർക്കെതിരെയുള്ള ക്ലാസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 80 ആയിരുന്നു എന്ന കാര്യം തിരിച്ചറിയണം. വിരാട്ടിൻ്റെ ബലത്തിൽ ഇന്ത്യ നേടിയത് ഒരു പാർ ടോട്ടലായിരുന്നു എന്നതിൻ്റെ സൂചന. 30 പന്തുകളിൽ നിന്ന് 30 റണ്ണുകൾ മാത്രം വേണ്ടിയിരുന്ന ദക്ഷിണാഫ്രിക്ക ചോക്കേഴ്സ് എന്ന വിളിപ്പേരിനോട് നീതി പുലർത്തിയെന്ന് പലരും പരിഹസിക്കുന്നുണ്ട്. അതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. ഒരു ഫൈനലിൽ ഏത് ടീമിനും അത്തരം അബദ്ധങ്ങൾ സംഭവിക്കാം. അതാണ് ആ മാച്ചിൻ്റെ പ്രഷർ. വിജയരേഖ കടക്കുന്ന നിമിഷം വരെ ഒന്നും ഉറപ്പിക്കാനാവില്ല. ഇവിടെയാണ് വിരാടിൻ്റെ പ്രസക്തി. ഫൈനലിൽ പാറ പോലെ ഉറച്ചു നിന്നവൻ, കൂട്ടത്തകർച്ച ഒഴിവാക്കിയവൻ, കാവൽ മാലാകയെപ്പോലെ നമ്മെ കോട്ടകെട്ടിക്കാത്തവൻ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് മതിയാക്കുകയാണെന്ന് വിരാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിയായ തീരുമാനം തന്നെയാണ് വിരാട് കൈക്കൊണ്ടത്. എങ്കിലും നെഞ്ചിലെവിടെയോ ഒരു പിടച്ചിൽ. 12 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ വെച്ച് നടന്ന T20 ലോകകപ്പിൽ ഉദയം ചെയ്ത വിരാട്ടിനെ ഇന്നും ഓർക്കുന്നുണ്ട്. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായിരുന്ന സെയ്ദ് അജ്മലിനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സ്ട്രെയിറ്റ് 6 അടിച്ച അഹങ്കാരി പയ്യൻ. തുടർന്ന് ഹൃദയഭേദകമായ എത്ര തോൽവികൾ. ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും നേടാനുള്ള അവസരം ഇന്ത്യക്കുണ്ടായിരുന്നു. വിരാട്ടെന്നും മിന്നുന്ന ഫോമിലായിരുന്നു. പക്ഷേ നിർഭാഗ്യം അയാളെ വേട്ടയാടി. ചിലപ്പോൾ ടീം വിരാടിനെ കൈവിട്ടു. ഇപ്പോൾ വിരാട് ലോക ചാമ്പ്യനാവുന്നു. ആരാധകർ ആഘോഷിച്ചു തുടങ്ങിയപ്പോഴേക്കും അയാൾ കുട്ടി ക്രിക്കറ്റിനോട് യാത്രാമൊഴി പറയുന്നു. ഞങ്ങൾക്ക് ഇത് നിറകണ്ണുകളോടെ മാത്രമേ സ്വീകരിക്കാനാകൂ വിരാട്. സന്തോഷവും ദുഃഖവും സജ്ജമായി സമ്മേളിച്ച കണ്ണുനീരാണ് നിങ്ങളിൽ നിന്ന് വരുന്നത്. സാക്ഷാൽ വിവിയൻ റിച്ചാർഡ്സിൻ്റെ മണ്ണാണ് വെസ്റ്റ് ഇൻഡീസ്. ഹെൽമെറ്റ് പോലും ധരിക്കാതെ ഭീകര ഫാസ്റ്റ് ബോളർമാരെ നേരിട്ടയാളാണ് റിച്ചാർഡ്സ്. അതിനെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം വിശദീകരിക്കും: എനിക്ക് എൻ്റെ മെറൂൺ തൊപ്പി തന്നെ ധാരാളമായിരുന്നു. എൻ്റെ അഭിമാനമായിരുന്നു ആ ക്യാപ്പ്. ഞാൻ സ്നേഹിക്കുന്ന ഗെയിമിന് വേണ്ടി മരിക്കാനും ഞാൻ ഒരുക്കമായിരുന്നു. മുൻ ഇംഗ്ലീഷ് സ്കിപ്പർ മൈക്കൽ ആദർട്ടൺ ഒരിക്കൽ പറയുകയുണ്ടായി: ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരിസ്മാറ്റിക് ക്രിക്കറ്റർ റിച്ചാർഡ്സണാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിരാട്ടിൻ്റെ സ്ഥാനം. ഫൈനലിലെ വിരാട്ടിൻ്റെ പോരാട്ടം റിച്ചാർഡ്സിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ആ ഇന്നിങ്സ് ഒരു നിശബ്ദ പ്രസ്താവനയായിരുന്നു. ഇന്ത്യ എൻ്റെ ടീമാണ്. ഞാൻ അണിയുന്ന നീലത്തൊപ്പി എൻ്റെ അഭിമാനമാണ്. എനിക്ക് ജീവനുള്ള കാലത്തോളം ഒരാളും ഇന്ത്യയെ മുറിവേൽപ്പിക്കില്ല.